കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വളരെ വലിയ ഒരു സംസാരമുണ്ടാകാനിടയായി. മാർപ്പാപ്പ ട്രംപിനെ വളരെ മോശമായ രീതിയിൽ ലോകത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെന്ന് വിളിച്ചു. മാർപ്പാപ്പ പറഞ്ഞത് കേട്ട് വളരെ ദേഷ്യത്തോടെ ട്രംപും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. സത്യത്തിൽ വേദോസം വായിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് മൊത്തം കൺഫ്യൂഷനായി. ആരാ ശരി, ആരാ തെറ്റ്? വേദോസ പ്രകാരം പറഞ്ഞാൽ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പറഞ്ഞാൽ, വ്യക്തിപരമായി പറഞ്ഞാൽ മാർപ്പാപ്പ പറഞ്ഞാണ് ശരി. കാരണം അദ്ദേഹം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഈ രീതിയിൽ പ്രതികരിക്കാനായിട്ട് അനുവാദമില്ല. എന്നാൽ മാർപ്പാപ്പ പറഞ്ഞാണോ ശരി? അപ്പൊ ട്രംപ് പറഞ്ഞ് ശരിയല്ലേ? ഇല്ല, ട്രംപിന്റെ വഴിയിൽ ട്രംപ് ശരി തന്നെയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. വ്യക്തിപരമായുള്ള ജീവിതത്തിൽ മാർപ്പാപ്പ പറഞ്ഞാണ് ശരി. എന്നെ ഒരാള് അടിക്കുക, ഉപദ്രവിക്കുക, പാര വയ്ക്കുക, നശിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ഒരാളോട് വ്യക്തിപരമായി ഞാൻ എങ്ങനെ ഇടപെടണമെന്ന് വേദോസ്തവം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണം, അവരെ ശപിക്കാതെ അനുഗ്രഹിക്കണം, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ പോയി സഹായിക്കണം, അല്ലെ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് സത്യം. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ആക്കുന്നത് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാര്, പോലീസുകാര്, പട്ടാളക്കാര്, ജഡ്ജിമാര്, അതിനെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥര്, അവരെയൊക്കെയും ദൈവമാണ് നിയമിക്കുന്നതെന്ന് വേദോസം പറയുന്ന എല്ലാ അധികാരവും, ഇന്ന് ഈ ഭൂമി കാണുന്ന സകല അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്ന ജോലി ദൈവം ചെയ്യേണ്ട ജോലിയാണ്. അത് ദൈവം എന്താണോ ആ സ്ഥാനത്ത് ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യേണ്ട ജോലിയാണ് അവർക്ക്. അതായത് അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, തെറ്റിനെതിരെ, പാപത്തിനെതിരെ വാള് വഹിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ട്രംപിനെ ദൈവം അതിനായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ, ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെതിരെ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചുറ്റുപാടുമുള്ള ശത്രുക്കളെ തകർക്കാനും ഇസ്രായേലിനെ ഉയർത്തി നിർത്താനും ദൈവം ട്രംപിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ട്രംപ് ചെയ്യുന്നത് ഒട്ടും തെറ്റല്ലാത്ത കാര്യമാണ്. എന്നാൽ വേദോസ്തവം വ്യക്തിപരമായി കർത്താവിന്റെ കൽപ്പനകളിൽ നോക്കുമ്പോൾ അത് ശരിയല്ല. ട്രംപിനെ ഒരാൾ വ്യക്തിപരമായി ഉപദ്രവിക്കുമ്പോൾ അദ്ദേഹം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നല്ല ക്രിസ്ത്യാനിയല്ല. എന്നാൽ ഒരു രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടം ജനത്തിനു വേണ്ടി അദ്ദേഹം വാളെടുക്കുന്നുവെങ്കിൽ, അവരെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്മാരെ അദ്ദേഹം തകർക്കാൻ ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവഹിത പ്രകാരം തന്നെയാണ്. അപ്പൊ രണ്ടുപേരും അവരവരുടെ വഴിയിൽ ശരിയാണ്. ശരിക്കും ചെയ്ത തെറ്റ് ഒരാൾ മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ളതാണ്. ആത്മീയ നേതാവ് എന്നുള്ള നിലയിൽ മാർപ്പാപ്പ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റും ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ട്രംപ് അദ്ദേഹത്തിന്റെ ജോലിയെക്കുറിച്ച് കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും രണ്ടുപേരോടും കർത്താവിടോട്ടെ ക്ഷമിക്കട്ടെ. ഒരാള് ഈ ലോകത്തെ സമാധാനത്തിൽ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുത്ത് സമാധാനമായി കൊണ്ടുപോകാനുള്ള ഒരു വ്യക്തിയും, മറ്റേയാൾ ആത്മീയ വിഷയങ്ങളിൽ ആ കാര്യങ്ങളിൽ പറയുവാനും പ്രാർത്ഥിക്കാനും നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ഇവരെ രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന്